റാണിയാ പൊന്നു കൂട്ടുകാരെ വിട്ടുപിടി ഇത്. നമുക്ക് ഗോപിച്ചേട്ടന്റെ മോള് മതി, സ്വത്ത് കൂടുതല, പുള്ളിയിടുന്ന മതി, ഇത് വിട്ടുപിടി ഇത്. നാട്ടിലെ പ്രേമം മതി, വിട്ടുപിടിക്കാനുള്ള. ആ പക്ഷെ ഇപ്പോഴത്തെ സീനാവും. കുറെ മെസ്സേജ് അയച്ചിട്ട് ആർക്കാ. ഞാൻ ഇപ്പൊ ഒരു മിനിറ്റ് ഓൾറെഡി ക്ലിയർ എടുത്തിട്ട് വരാം. കിളിയൊക്കെ തിരിച്ചു വരും. ഹലോ ഹലോ, നീ ഫ്രീ ആണോ? ആ ഇപ്പഴാ ഫ്രീ ആയ. പറഞ്ഞോ. ഒന്നുമില്ല, നീ തിരക്കിലാണോ? അല്ലെന്നേ പറഞ്ഞോ. ഒന്നുമില്ലടാ, ഞാൻ വെറുതെ വിളിച്ചതാ. എന്തോ ഉണ്ടല്ലോ, നീ കാര്യം പറ. ഞാൻ പിന്നെ വിളിക്കാം. എടി റാണി കാര്യം പറയടി. എടാ അമ്മിണി ഇല്ലടാ. അമ്മണിയോ? എടാ വീട്ടിലെ ആട്ടിൻകുട്ടി. ആ ആ അമ്മ രാവിലെ വരുമ്പത്ത് കൊണ്ട് കെട്ടിയേക്കുമായിരുന്നു. പാടത്ത് മുഴുവൻ വെള്ളമായിരുന്നടാ. എന്നിട്ട് അമ്മ ഉച്ചയ്ക്ക് അഴിക്കാൻ ചെന്നപ്പോ ആട്ടുംകുട്ടി ചത്തോ? അല്ല, ആട്ടുംകുട്ടി മരിച്ചോ? വെള്ളത്തിൽ പൊങ്ങി കിടക്കുമായിരുന്നടാ. ആ പോട്ട്. എന്ത് പോട്ടേന്ന്? അല്ല സാരമില്ലെന്ന്. എന്ത് സാരമില്ലോന്ന്? അയ്യോ അതല്ല. ഏതല്ലോന്ന്? ഹലോ, നീ പോയോ? ഹലോ, നമുക്ക് വേറൊരു ആടിനെ മേടിക്കാലോ. എന്നാലും ഈ അമ്മണിയെ പോലെ ആവോടാ. അമ്മണിയെ പോലെ ആവോ? ആവത്തില്ല. നീ എന്നെ ചെയ്തോണ്ടിരിക്കുക. എന്താടാ? എന്നെ ചെയ്തോണ്ടിരിക്കുവാന്ന്. ഞാനിപ്പോ അതിനെ വറുത്തോണ്ടിരിക്കുവാ. എന്തുവാടി? വിഷമൊന്നും അല്ലല്ലോ, വെള്ളത്തിൽ വീണ് ചത്തുവല്ലേ, സാരമില്ല. ഇവിടെ നിന്ന് മട്ടനാ, ഞാൻ അത് പറയാനാ വിളിച്ചേ. പക്ഷെ അമ്മണിയെ പറ്റി ഓർത്തപ്പോ ഡാർക്കായി. എന്ത് ഫാമിലിയാ റാണി? എന്താടാ? ഹലോ ഹലോ, ഞാൻ വിളിക്കാം. സൈത്ത് വിളിക്കുന്നത് എന്തോ അത്യാവശ്യം. വേണ്ട മിണ്ട, ആ കുന്നത്തൊരുകാവ് പാടുവോ? ചെളി വിളിക്കുന്നത് എന്തോ അത്യാവശ്യ കാര്യത്തിനാ. ഞാൻ വിളിക്കാം. അതിനെന്താ, അവനോട് പറ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാന്ന്. എന്നാ ഞാനതിപ്പോ പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. എടാ വിളിക്കല്ലേ, ഒന്ന് ആ വിളിക്കാം. അവിടെ അമ്മയുടെ അമ്മണി കുന്നത്തൊരു കാവ്. എന്താണ് കൂട്ടുകാരെ? എടാ ഇതാ പോളക്കാടങ്ങോലുള്ള പെണ്ണ റാണി. അവക്ക് പ്രാന്താടാ. എന്നാ പിന്നെ തേക്കാമല്ലേ? തേക്കും, എല്ലാത്തിനെയും തേക്കും. എന്നിട്ട് ഒരാളിലേക്ക് മാത്രം ഞാൻ ഫോക്കസ് ചെയ്യും. ആര്യ ഗോപിനാഥ്, ഗോപിച്ചേട്ടന്റെ മോൾ. കൈ നല്ല ക്യാഷ്. അണ്ണാ ബാംഗ്ലൂരിൽ നിന്ന് എടുത്താലും ഡൽഹിയിൽ എടുത്താലും ഇതൊക്കെ തിരുപ്പൂര് തന്നെ സ്റ്റിച്ച് ചെയ്യണം എല്ലാം. ഇതിന് ചപ്പാത്തിയാണോ, ചോറില്ലേ? പിന്നെ ചോറ് പകല് മുഴുവൻ കറങ്ങി കിടന്നിട്ട് പാതിരാത്രി അവന്റെ അമ്മയുടെ ചോറ്. ഇന്നെന്താ ചോറില്ല? ഇന്ന് ചപ്പാത്തി മുട്ടക്കറി മാത്രല്ല, എന്നെ കൊണ്ട് മേലെന്നേ. ചപ്പാത്തി കഴിക്കണം. ഗ്യാസ് കയറി എല്ലാത്തിനെയും കാത്തിരുന്ന് ഓ, ഈ അജിക്കുണ്ടല്ലോ, നല്ലൊരു പെണ്ണിനെ നോക്കി അവന്റെ കല്യാണം അങ്ങ് നടത്തിയാലുണ്ടല്ലോ പകുതി ആശ്വാസവും. ഒരു പെങ്കൊച്ച് ഇവിടെ ഒന്ന് കേറിയിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ പണിയൊന്നും ചെയ്യാനല്ല, എനിക്ക് വേണ്ടിയും പറഞ്ഞൊക്കെ നിൽക്കാൻ ഒരാളാവുമല്ലോ. ഒന്നല്ല അമ്മ, ഇവിടെ 2 പെണ്ണുങ്ങളെ കയറ്റും. പെങ്കൊച്ചാ വേണ്ടത്, പെൺപിള്ളേരുടെ തന്തമാരല്ല. എന്താമേ? അല്ലേലും നിങ്ങളുടെ അമ്മക്കുള്ളത് ഞാൻ എന്തേലും ഒന്ന് കഴിക്കാനായിട്ട് വായിലാട്ട് വെച്ച അപ്പൊ നിങ്ങളുടെ അമ്മക്ക് തൂറാമു. ഏതേലും ഡോക്ടറെ കൊണ്ടേ കാണിക്കാൻ പറഞ്ഞാൽ അത് കേക്കല. എന്നാ ശാന്തിനെ പോയി കാണ്, അതുമില്ല. എനിക്കാണ് മേല വിശന്നിട്ട് വയറ് കത്തണ്. വാർദ്ധക്യ രോഗമല്ല, മരുന്ന് കഴിച്ച് മാറ്റാൻ. അതൊരു 2ാം ബാലയാണെന്ന് പറയണേ. അല്ല അണ്ണാ, കൊച്ചുകുട്ടികളെ ഞങ്ങളൊക്കെ അച്ചമ്മയും ചെയ്യും. എന്നാ നീ പോയി കോരടാ കുട്ടിയുടെ തീട്ടം. ആ വരണമ്മ. ആ തീട്ടം കൊരാനും വരാനും വയ്യ, എല്ലാം ഞാൻ തന്നെ ചെയ്യണം. കഴിക്ക് വയറ് നിറയട്ടെ. സൈഡൊക്കെ നല്ല തുടച്ചെടുത്തിട്ട് വരണം വേണം. അണ്ണം കഴിക്കുന്നില്ലേ? ഞാൻ വരുന്ന വഴിക്കൊരു ചായ കുടിച്ചായിരുന്നു. ആണല്ലേ? വേണ്ട.
ശിവന് പോലും കുടത്തിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. ഏത് ശിവൻ? പരമശിവന്. അതുകൊണ്ട് ഇപ്പോഴത്തെ കഷ്ടപ്പാട് പ്രശ്നങ്ങളും ഒക്കെ മാറിക്കോളും, തന്നെ മാറിക്കോളും. ഒക്കെ താൽക്കാലികമാണ്. ഇത് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്ന നേരത്തിലൂടെ പറഞ്ഞതാ. അപ്പോഴേക്ക് ശാന്തിയുടെ വായന കേട്ടാലേ തൃപ്തിയാവുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭർത്താവ് പറഞ്ഞാൽ വിശ്വസിക്കുവോ? ഞങ്ങൾ അതിനല്ലേ ഇവിടെ ഇരിക്കുന്നത്, ഞങ്ങൾ വേണ്ടേ പറയാനായിട്ട്. ചേച്ചി പേടിക്കണ്ട ചേച്ചി. ഇത് പൊളിച്ചു കഴിഞ്ഞാൽ വീട്ടിലൊരാൾക്കൂട്ടവും ബഹളവും പുതുപ്പെണ്ണും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു കല്യാണം 1 വർഷത്തോളം നടക്കാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ കാണുന്നുണ്ട്. കക്കൂസ് പൊളിക്കാലോ അല്ലേ? പൊളിക്കാലോ അല്ലേ? ആ, ഞാൻ കുറച്ച് വഴിപാടുകളൊക്കെ കുറിച്ചിട്ടുണ്ട്. സർപ്പത്താന്മാർക്കുള്ള 100 പാലും ഉടനെ നടത്തിക്കോളൂ. അവരെ പിണക്കണ്ട. ദക്ഷിണ ഞാൻ വാങ്ങാറില്ല, ചേച്ചിക്ക് അറിയാം. അവിടെ വെച്ചാ മതി. എന്റെ പൊന്നോ, ഞാൻ അങ്ങോട്ട് വേണ്ട രാമാ. കേട്ടാ, ഞാൻ അങ്ങോട്ട് വേണ്ട. ഓക്കെ. അതെ, ശിവനൊരു പുറകെ വിളക്കും, അത് കുറിച്ചിട്ടില്ല, മറക്കണ്ട. അപ്പോ കക്കൂസ് പൊളിച്ചോ, റിസൾട്ട് ഉറപ്പാ. ഹലോ നീ എന്നെങ്ങനെ ടെൻഷനാക്കല്ലേ? നേരത്തെ ഫോൺ കട്ടായതാ. ചൂടാവല്ലടി. എടി മൂത്ത്, എടി അജീഷ് എന്ന് പറഞ്ഞാൽ ചതിക്കാത്തവനും കൂടി അർത്ഥം. പറ്റിക്കുന്നവരോട് കൂട്ടത്തിൽ നീ എന്നെ കൂട്ടല്ലേ. ബേസിക്കലി ഞാനൊരു പാവാടി. ഞാൻ വിളിക്കാം കേട്ടോ. അതൊരു സമാധാനം. ഹലോ, സോറി അജിയാ, നേരത്തെ വിളിച്ചായിരുന്നു. നീ എവിടെയുണ്ടോ? ഞാൻ റേഷൻ കടയില. റേഷൻ കടയിലാ? എന്തിന്? മണ്ണെണ്ണ വന്നാ? ഞാൻ കുറച്ച് പഞ്ചസാര മേടിക്കാൻ വന്ന. എന്താ കൂട്ടുകാരെ പറ. എടാ, നീ വേഗം പള്ളിക്കവലേക്ക് ഒന്ന് വന്നേ. എന്തിന്? വളരെ ഗൗരവമുള്ളൊരു കാര്യം എനിക്ക് നിന്നോട് സംസാരിക്കാണ്ട്. ഇപ്പൊ തന്നെ വേണം? ലേറ്റ് ആക്കല്ലേട്ടാ വിജി. ആ ശരി. അതെ, എന്തോ സീനുണ്ട്. വല്ല പ്രേമ കേസുമായിരിക്കും. എന്നെ ഒന്ന് പള്ളിക്കോല വരെ കൊണ്ടാക്കാം. പറ്റില്ല. ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അമ്മൂത്തൊന്ന് നോക്കണേ. പോയിട്ടോ. പെങ്കൊച്ചു ഒറ്റയ്ക്കുള്ളൂ. ശരി. ചാണിയേ, അന്നാമനെ കണ്ണില്ല. ഞാൻ നോക്കിട്ട് വരാം. ചാണി, ഞാൻ നിന്റെ പെണ്ണിനൊന്നും കണ്ടില്ല. ഇങ്ങോട്ട് ഇറങ്ങി എന്റെ ബൈക്ക് എടുക്കട്ടെ. എടാ, ഞാൻ നോക്കിട്ട് വരട്ടെടാ. ബൈക്ക് എടുക്കട്ടെ. അന്നൊരു കാര്യം ചെയ്യും, നീ കയറി, ഞാൻ പറയാം. അവളെ ഇന്നലെ മുതൽ വിളിച്ചിട്ട് കിട്ടണ. ചാണി ഇറങ്ങ്. വിളിച്ചിട്ട് കിട്ടണടാ. ചാണി ഇറങ്ങി. ചാണി, ഞാൻ വേറെ മൂഡിലാണ്. ആ അതെന്നാ ചാണി? എടാ, അന്നാമനെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ടല്ലേ. എടാ, ഞാനും പറയണ നീനോട് ഇറക്കിയാ മതിടാ. എവിടെ ഇറക്കിയാ ഇറക്കിയാ മതി. ഞാൻ അവിടെ ഇറങ്ങിക്കോളാം. ഞാൻ പോയി വന്നിട്ട് ഇറക്കിയാ മതി. ഞാൻ നിന്നെ എവിടെ ഇറക്കാം. ഞാൻ പോയി വരട്ടെ. നീ പോക്കോളല്ല പിന്നെ. ചാണി, ചാണി, എടാ വിജി, സീനുണ്ട്. അജി, ഞാൻ വല്ല തെറിയും പറയും കേട്ടോ. നീ കാര്യം പറഞ്ഞേ. എടാ, നമ്മുടെ ചാണിയില്ലേ, ഗിരീശൻ ചേട്ടൻ, നാട്ടിൽ അടിയിടിയായി നടന്ന പുള്ളിക്ക് എങ്ങനെ വട്ടായെന്നറിയോ? അവന്റെ പള്ളിക്കാരെ ചൊറിഞ്ഞിട്ട് ആ ജോയിച്ചിന്റെ ഭാര്യനെ സീനാക്കിയാ അല്ലേ? അത് നാട്ടിലെ കഥ. പിന്നെ യഥാർത്ഥത്തിൽ സംഭവം പ്രേമനൈരാശ്യം. നൈരാശ്യോ? എന്താ നീ ഒറ്റയ്ക്ക് വലിച്ചാ?
എടാ എൻ്റെ പോക്കും അങ്ങോട്ടാണെന്ന് തോന്നണം. എന്നുവെച്ചാ കാവ്യയുടെ കാര്യത്തിരി സീരിയസാ. എന്ത് സീരിയസ് ആണെന്നൊന്നും തെളിച്ച് പറയണ്ട രാജി, എന്നോടല്ലേ. അവൾ ഇനി അവിടെ നിർത്താൻ പറ്റില്ല. അതെന്താ? അവളുടെ വീട്ടുകാർക്ക് ഒരു ചൊവ്വനോട് ഇൻട്രസ്റ്റ് ഇല്ലെന്ന്. ഓ. അതായത് ഞാൻ അവർക്ക് ഓക്കെ അല്ലെന്ന്. ഉം. മഞ്ഞ ആയതുകൊണ്ട് വീട്ടിൽ മുരുകാച്ചി പോലും വെക്കാത്ത ടീമാ. അല്ല അതുകൊണ്ട് അവൾ അവിടെ നിന്ന് ചാടിക്കണം. ചാടിക്കണമെന്നോ? എന്റെ അജി ആദ്യം തന്നെ കയറി ചാടിക്കൊന്നും വേണ്ട. എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉപയോഗിച്ചൊന്ന് പ്രയോഗിച്ച് നോക്കുക. അങ്ങനെയൊക്കെ അല്ലേ അപ്പൊ നമുക്കൊരു സാവകാശം കിട്ടുമല്ലോ. അതൊക്കെ ഒരുപാട് നമ്മൾ കഴിഞ്ഞതാ. നീ ഒരു കാര്യം എടാ, നിങ്ങളൊരു 3-4 പ്രാവശ്യം സെക്സ് ചെയ്തിട്ടുണ്ടെന്ന് അവളുടെ അടുത്ത് വീട്ടിൽ പറയാൻ പറ. 3-4 തവണയൊന്നുമില്ല, ഒരൊറ്റ തവണ. അണ്ണനാണ് സത്യം. ഞങ്ങൾ അന്ന് അവിടേക്ക് സോറി നീ ഒന്ന് വീട്ടിൽ പറയാൻ പറ. അതുകൊണ്ട് വേറെ ആരും സെറ്റ് ആവൂല ഇങ്ങനെയാണ് എന്നൊക്കെ. അതൊക്കെ പറഞ്ഞതോ? പറഞ്ഞ എന്നിട്ട് അത് ഞാനും അയാളും തമ്മിൽ ലൈംഗിക ബന്ധത്തിലൊക്കെ. അതാണോ? അതൊന്നും സാരമില്ല, അതൊന്ന് കുളിച്ചാൽ മാറിക്കോളൂ. വെറുതെ എന്തിനാ നീ നിന്റെ ജീവിതം നശിപ്പിക്കുന്നേ? വാ എണീറ്റേ. കുളിച്ച സെക്സ് പോവോ? എന്ത് ഫാമിലിയാടാ. ആടാ, പക്ഷെ നായരാ നീ എന്റെ കൂടെ നിക്കണം. നമുക്ക് അവളെ ചാടിക്കണം. നിക്കാം. എടാ പക്ഷെ ഒരു സാവകാശമൊക്കെ വേണ്ടേ? നമുക്ക് എന്തെങ്കിലും പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യണ്ടേ? ഞാൻ സംസാരിക്കണം കാവ്യ. ചേട്ടൻ വാ, നീ കല്യാണം നടത്തി തരാം. അണ്ണനെയും കൂടെ പോകാം.